നമ്മളിങ്ങനെ നോക്കൂല എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെ തോന്നുന്ന ഒരു ഇതല്ലേ. അപ്പം എല്ലാവർക്കും ദൈവാനുകരിച്ച് നമ്മുടെ ഒരു ഫാമിലി എൻ്റർടൈനർ അല്ലേ. മാമാട്ടി എങ്ങനെ പഴയ പടങ്ങൾ ആ ക്ലിപ്സ് ഒക്കെ കണ്ട് ഇപ്പോഴും ആ കോമഡികൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? മാട്ടി ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത കാലത്താണ് നമ്മുടെ സിനിമകൾ കാണാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് ഇവിടെ എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ ഓരോ സിനിമകൾ കാണിക്കുന്നത്. അപ്പം മായമോഹിനി കണ്ടപ്പോൾ അച്ഛൻ എന്തൊക്കെ കാണിക്കണേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ആയി. ആൾക്കിപ്പോൾ ഈ ഒക്ടോബർ ആകുമ്പോൾ 5 വയസ്സാവും. അതെ അതെ. അപ്പൊ സിനിമ കണ്ട് ആ കോമഡി ഒക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും. അപ്പൊ ഇനി ഒരു സ്ട്രോങ് ഫാനോട് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ പടങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ആളുകളെ കുറിച്ച് പറയുമ്പോൾ ദിലീപേട്ടന് ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റം എന്താണെന്ന് പറയാം. സല്ലാപം, കഥാവിശേഷൻ, ഈ 2 പടത്തിൽ നിന്നും ദിലീപേട്ടന് ഉണ്ടായ ഒരു മാറ്റം. സല്ലാപം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണ്. ആസ് ആൻ ആക്ടർ ഉറപ്പായിട്ടും അവിടെ നിന്നാണ് എൻ്റെ ഒരു പലരുടെയും വിചാരം അതാണ് എൻ്റെ ആദ്യത്തെ പടം സല്ലാപം. അതിന് മുമ്പുള്ള പടങ്ങൾ ചിലപ്പോൾ അവരുടെ അത് അത്രയും ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു കഥ. പിന്നെ കഥാവിശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ്. ചന്ദ്രേട്ടൻ്റെ എനിക്ക് തോന്നുന്നു ചന്ദ്രേട്ടൻ്റെ മകന് ഫീൽ ചെയ്ത ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയൊരു കഥയാണ്. ഞാൻ ഇപ്പോഴും എന്തൊരു മൂഡാണ് ആ പടം. ഇയാളുടെ ഒരു ട്രാവലിങ്, പല ഭാഷയിലുള്ള ആളുകളും, വേറൊരു അയാൾ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു മിസ്റ്ററിയും. അത് ചില സമയത്ത് സൂയിസൈഡ് എന്ന് പറയുന്നത് രക്ഷപ്പെടലാണ്. ചിലത് താങ്ങാൻ പറ്റാണ്ടാവുമ്പോൾ പോവുക എന്ന് പറയുന്നത്. പക്ഷെ അതിനോട് അതല്ല ശരിക്കും വേണ്ടതെന്നുള്ളതാണല്ലോ. നമ്മൾ ഫൈറ്റ് ആണല്ലോ ലൈഫ് എന്ന് പറയുന്നത്. ഒരു ജന്മമുള്ളൂ, അത് നമ്മൾ ജീവിച്ച് തീർക്കാം. പക്ഷെ ചിലർക്കത് പ്രഷർ, ഈ പറയുന്ന ഞാനിങ്ങനെ സംസാരിച്ചിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് 2020 എന്ന സമയത്താണ് പ്രഷർ താങ്ങാൻ പറ്റാതെ. എന്നിട്ട് ഞാൻ ഇവിടുന്ന് വേറെ രാജ്യത്തേക്ക് പോയി. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ അത്ര കുഴപ്പമായി പോയി മെൻ്റലി. എന്നുവെച്ചാൽ ഒന്നും നടക്കുന്നില്ല, ഒന്നും നീങ്ങുന്നില്ല എന്ന് തോന്നുമ്പോൾ ഉള്ള ഒരു നമുക്ക് ഇത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇപ്പം തോന്നും അങ്ങനെയല്ല, അതൊരു പരിഹാരമല്ല. കാരണം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഇരുട്ടിലാക്കിയിട്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു. അത് ശരിയല്ല എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കഥാവിശേഷം പോലത്തെ ഒരു സീരിയസ് പടത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ചോദിക്കട്ടെ, നമ്മൾ ചിരിപ്പിക്കുന്ന സിനിമകളാണ് ദിലീപേട്ടൻ്റെതായിട്ട് നമ്മൾ കൂടുതൽ കാണുന്നെങ്കിലും ഒരു ക്രൈം ത്രില്ലറിൻ്റെ ഒക്കെ പോലത്തെ ഭാഗങ്ങളിൽ നിന്നും ദിലീപേട്ടൻ അങ്ങനത്തെ കഥകൾ എപ്പോഴെങ്കിലും കേൾക്കുന്നുണ്ടോ? അങ്ങനത്തെ കഥകളിൽ ഇനി ദിലീപേട്ടനെ കാണാൻ പറ്റുമോ? ഉണ്ട്. ഞാനിപ്പോൾ 1-2 സിനിമകൾ അങ്ങനത്തെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഒരു ആക്ടറെ സംബന്ധിച്ചിട്ട് എല്ലാ ജോണറും അങ്ങനെ പോവുക എന്ന് പറയുന്ന ഇതില്ലേ. നമ്മൾ ഏതൊരു സംവിധായകൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ സംവിധായകൻ്റെ മുമ്പിൽ ഒരു വെള്ള പേപ്പറായിട്ട് പോവുക. അയാൾ അദ്ദേഹത്തിൻ്റെ രീതിക്ക് അദ്ദേഹം വരച്ച് അതിനെ സ്കെച്ച് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മുടെ മനസ്സിലാഗ്രഹം. എനിക്കറിയാം ജനങ്ങൾ എന്നിൽ നിന്ന് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് സിനിമകളാണ് ആഗ്രഹിക്കുന്നത്. എനിക്കും ചെയ്യാൻ അതൊക്കെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ എന്നാലും എല്ലാ തരവും നമ്മൾ ചെയ്യണം. അതെ. ഈ 2 വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ അവർ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ. കമൽ, ലാൽ ജോസ്. കമൽ സാറ് എൻ്റെ ക്യാമറയുടെ മുമ്പിലാണ് ഞാൻ ആദ്യം തന്നെ മീൻസ് സ്ക്രീനിൽ എന്നെ കാണുന്നത്. പിന്നെ എൻ്റെ ഗുരുനാഥനാണ്. കാരണം വെച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് വർഷങ്ങളോളം ഉണ്ടായിരുന്നത്. എനിക്ക് 8-9 ഫിലിം ഞാൻ ഇപ്പോഴും കിടന്ന് ഞാൻ കമൽ സാറിൽ ആ ഒരു ഇതിൽ കണ്ട ക്വാളിറ്റി എന്ന് വെച്ചാൽ ബോസ് ചിലപ്പോൾ താഴെയുള്ള ഒരാളെ വെച്ച് പടം ചെയ്യണമെന്ന് നിർബന്ധമില്ല, അസിസ്റ്റന്റിനെ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് കമൽ സാറിനോട് ഭയങ്കര റെസ്പെക്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് വേഷം ചെയ്തു വന്നു ഇതായി. പിന്നെ അത് കഴിഞ്ഞ് സല്ലാപം ചെയ്തു. സാർ എന്നെ വെച്ചിട്ട് ആദ്യമായിട്ട് ഇൻഡിപെൻഡൻറ്റ് ഹീറോ ആവുന്ന ഒരു പടം അതാണ്. പിന്നെയാണ് കല്യാണവും സൗന്ദര്യവും ഒക്കെ പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ വീണ്ടും അവരിപ്പോൾ ഷൈനിനെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഈഗോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ചില ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റൂല. മനുഷ്യനാണ്. കാരണം എന്നെക്കാൾ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇന്നവനെ വെച്ചിട്ട് ഞാനിതിന് സിനിമ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. പക്ഷെ അത് നമ്മളിൽ എവിടെയോ ഒരു കലാകാരനുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ വേഷം അവനെ ഏൽപ്പിച്ചാൽ അത് നന്നാവെന്ന് തോന്നുന്നൊരു സാധനമല്ലേ കമൽ സാറ്. പിന്നെ നല്ല മ്യൂസിക് സെൻസും കമൽ സാറിൻ്റെ പാട്ടുകളൊക്കെ കണ്ടറിയാം.
ലാൽ ജോസ് ആണെങ്കിൽ എനിക്ക് എൻ്റെ സഹോദരനാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛന് ലാലുവിനെ പരിചയപ്പെട്ട സമയം തുടങ്ങി മൂത്ത മോനെ പോലെ കാണുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഞങ്ങൾ ഇതുള്ള പ്രശ്നമാണെങ്കിൽ ആവും വരട്ടെ എന്ന് പറയും. അങ്ങനെയുള്ള ഇതുണ്ട്. അത്രയും ഫാമിലി അറ്റാച്ച്ഡാണ് ലാലുവിൻ്റെ അപ്പച്ചനും അമ്മയാണെങ്കിലും ലാലുവിൻ്റെ വീടാണെങ്കിലും. ഞാൻ ഇടയ്ക്ക് പോയി നിൽക്കുന്നൊരു വീടാണ്. എനിക്ക് എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിക്കാതെ പോയൊരു സഹോദരൻ. അതാണ് എൻ്റെ എന്ത് വിഷയത്തിനും എൻ്റെ ഒപ്പം നിൽക്കുന്ന, എനിക്ക് വേണ്ടി പടവെട്ടുന്ന ഒരാളാണ്. അതാണ് ലാൽ ജോസ്. എനിക്ക് ഭയങ്കര ജെന്യൂനായിട്ട് തോന്നിയ ഒരാളാണ്. ഓക്കെ, ദിലീപേട്ടനെ നമ്മളൊരു വീഡിയോ കാണിക്കുകയാണ്. ഈ വീഡിയോയിൽ ഒരാൾ ഒരു കാര്യം പറയുന്നുണ്ട്, അതൊന്ന് കണ്ടിട്ട് അതിനെക്കുറിച്ച് കമൻറ്റ്. ഇദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളത് എൻ്റെ എപ്പോഴത്തെയും വലിയ മോഹമാണ്. ആരുടെ കൂടെയാ? ലാലേട്ടൻ ആണോ? ദിലീപിന്റെ നായികയായിട്ട് അഭിനയിക്കണം എന്നാ? നായികയായിട്ടില്ല, നല്ല ക്യാരക്ടർ ചെയ്യണം. ഞാൻ അത് കണ്ടു. അത് ഇത് പറ ഇത് ഒരു ഫിലിം ചാന്തുമുട്ട് മാങ്ങൂരി ചെളികുത്ത് വെരി ഫേമസ്. അത് ആ ഫിലിം കണ്ടു മുതൽ വെരി ഗുഡ് ആക്ടർ. ദിലീപിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. നല്ല സീൻ, ഒരു സീനായാലും നല്ല സീൻ വേണം. അവരുടെ പേഴ്സണൽ ഗിർസൽ അതൊക്കെ നമുക്ക് വേണം. ഞാൻ എന്നെ ചോദിച്ച എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ റാൻഡമായിട്ട് നമുക്ക് കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പം ഒരുപാട് പേരുടെ ഒരു വലിയ ആഗ്രഹമാണ് ദിലീപേട്ടൻ്റെ കൂട്ടത്തിലൊരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള. ആ ഒരു സ്നേഹം ഫ്രണ്ട്സ്, മേ ബി ദിലീപേട്ടൻ കാണാത്ത ആൾക്കാരായിരിക്കും, പല ആക്ടേഴ്സും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ കണ്ടത്. എന്താണ് ദിലീപേട്ടന് തോന്നുന്നത്? തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വേഷം വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തെ വിളിക്കണതിന് ഒരു വിഷയമില്ല. പിന്നെ ദിലീപേട്ടന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡയറക്റ്റഡ് ബൈ ദിലീപ് എന്നുള്ളൊരു പേരിൽ ഞങ്ങൾക്കൊരു പടം എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ? നോക്കാം ശേഷം സ്ക്രീനിൽ. അപ്പോൾ സത്യനാഥിൻ്റെ ഒപ്പമുള്ള യാത്ര ആളുകൾ ഒരുപാട് കൈനീട്ടി വാങ്ങിക്കഴിഞ്ഞു. ഇനിയും ഒരുപാട് പടങ്ങൾക്കായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഈ സിനിമ റിലീസായി ദിവസങ്ങളായിട്ടുള്ളൂ. ഇതൊരു എന്താ പറയുക, ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ സിനിമ കാണണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം, നമ്മുടെ ഒരു പ്രാർത്ഥന. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. എൻ്റെ കുടുംബത്തിൻ്റെയും വക വലിയ സന്തോഷം. വോയിസ് ഓഫ് സത്യനാഥൻ ടീമിൻ്റെയും നന്ദി ഞാൻ അറിയിക്കുകയാണ്. വലിയ സന്തോഷം. താങ്ക് യു.